ഇത് ആദ്യമായിട്ടൊന്നുമല്ല. 150, 130, 120 ആളൊക്കെ കൊണ്ടുപോയിട്ട് ഒരു വിഷമവും ഇല്ലാതെ തിരിച്ചു വന്നിക്കണ്. നിങ്ങളെ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ എന്താകുള്ളൂ. നിങ്ങളായിട്ട് പറയിപ്പിച്ചാൻ പാടില്ല. ഒന്നാമത്തെ കാര്യം താത്തത് കേക്കി താത്ത ഉമ്മ പിന്നെ മൂത്രയിച്ചാൽ പോയി വെജ എല്ലാത്തിനും മൂത്രയിക്കാൻ മുട്ടി. ഇത് കേൾക്കണേ എന്തായാലും ഒന്ന് ഇപ്പൊ ഉസ്താദ് പറഞ്ഞിട്ടില്ല നിങ്ങള്. ഇപ്പൊ നമ്മൾ അവിടെ പോയി ഈ മക്കനെ ഒരു പ്രശ്നമാണ്. ഈ മക്കനെ ഇടാതെ വേറെ മക്കനിട്ട് നിങ്ങൾ വന്നാൽ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ സ്ഥലമാണ് ഉണ്ടാവും. നമ്മള് വഴി തെറ്റിപ്പോവും. എല്ലാരും ഉണ്ടാവില്ല, വഴിയാണ്ട് തെറ്റിപ്പോവും. നമ്മൾ എവിടുക്ക പോവുക? റൂമൊന്നും നമുക്കറിയില്ല, ആകെ കുടുങ്ങും. നമ്മൾ എന്താ അഡ്രസ്സ് പറ്റി ഒന്നും പറയാൻ പറ്റൂല. അപ്പോ ഈ മക്കനുണ്ടെങ്കിൽ ഒരാളോട് പറയാണ് ഇതൊക്കെ ഒന്ന് വിളിക്കുന്ന പറഞ്ഞാൽ എന്താവും, ആ സെയ്ദുൽ ഉസ്താദിനെ വിളിച്ചാൽ നിങ്ങളുള്ള സ്ഥലത്ത് എന്ത് ചെയ്യും, മൂപ്പര് വരും. ലക്ഷക്കണക്കിന് ആളടിക്കോ നിങ്ങൾ ഒരാൾ വഴി തെറ്റി, നമ്മൾ എന്തായാലും വഴി തെറ്റും. റൂമൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതുപോലെ തന്നെ ID കാർഡ് നിങ്ങൾ വരുന്നത് വരെ മക്കനെയും ID കാർഡ് എന്ത് ചെയ്യാൻ പറ്റൂല, റൂമിൽ വെക്കാൻ പറ്റൂല. അപ്പൊ ഞാൻ കുറച്ച് ദിവസങ്ങളെപ്പം ഉണ്ടാവും. ഞാൻ ചീത്താറി ഇത്തിരി ഇടങ്ങി മക്കളും മാപ്പിളാരൊക്കെ പൈസ തന്നിട്ട് ഞങ്ങൾ പോണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ സൂക്ഷിക്കൽ നിർബന്ധമാണ്. മനസ്സിലായില്ലേ? അനാവശ്യമായിട്ട് ഒരു സംസാരം നമ്മൾ സംസാരിക്കരുത്. നമ്മൾ ചിന്തിക്കണം, പഠിച്ചോനെ നമുക്ക് ഇനി തിരിച്ചു പോകാൻ നമുക്ക് പറ്റും, ഒന്നും അറിയില്ല. റബ്ബ് നമ്മൾക്ക് പോയ സന്തോഷത്തിൽ തിരിച്ചുള്ള ഭാഗ്യമല്ല തെറ്റ്. എപ്പോഴും നിങ്ങൾ ദ്വാരിക്കണം. മക്കൾ ഈ ആരങ്ങളെ കൊണ്ടുപോകണം, ആരെങ്കിലും ഒരു ദ്വാരിക്കണം. അതുപോലെ തന്നെ അവിടെ പോയി റൂമിലൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല. പിന്നെ എനിക്ക് ആ റൂമിൽ തന്നെ താമസിക്കാൻ പറ്റുള്ളൂ, എനിക്ക് എന്റെ നാട്ടിൽ ഒന്നും പറയാൻ പറ്റൂല. ഉസ്താദ് തരുന്ന റൂമിൽ ഉസ്താദ്മാർ എന്ത് ഞങ്ങൾ ബഹുമാനിക്കുക. ഉസ്താദ്മാരെ നിങ്ങൾ എന്ത് ചെയ്യുക, ബഹുമാനിക്കുക. ഓല് പറഞ്ഞത് അനുസരിക്കുക. കറക്റ്റ് റൂം എന്നൊക്കെ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇത്രയും കാലം ഞാൻ പോയിട്ട് എനിക്ക് ഒരു വിഷമം ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ അങ്ങനെ കൂടെ വരലില്ല. ഞാൻ ഉംറക്ക് പോകുമ്പോ 1-2 വട്ടേറ്റുള്ളൂ ഇങ്ങനെ കൂടെ. ഇന്നിപ്പോ നിങ്ങളെ കൂടെ ഞാനും ഉണ്ട്. നിങ്ങൾ എന്നെ ബഹുമാനിക്കേണ്ട ഞങ്ങളെ കുട്ടിയാണ്. ഉസ്താദന്മാർ എന്ത് ചെയ്യണം, ഓലെ നിങ്ങളെ ബഹുമാനിക്കണം. ഓല് മുന്നിൽ കൂടെ നിങ്ങൾ അറ്റാക്ക് ചെയ്ത് കയറി പോകാൻ പാടില്ല. പാസ്പോർട്ട് അവിടെ എത്തിക്കഴിഞ്ഞാൽ വാങ്ങൂലേ, പാസ്പോർട്ടൊക്കെ നഷ്ടപ്പെട്ട അറബികളെ കല്യാണം കഴിച്ച് അവിടെ കൂടേണ്ടി വരും. പാസ്പോർട്ടൊക്കെ നഷ്ടപ്പെട്ടാല് മനസ്സിലായില്ലേ? അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളൊക്കെ സൂക്ഷിക്കുക. ഉസ്താദ് എന്ത് ചെയ്യുക, നിങ്ങളെ കൂടെ എപ്പോഴും ഉണ്ടാവും. ഞാൻ ചിലപ്പോൾ തടി കൂടി സുഖമില്ല, ഞാൻ 10 ദിവസം ഇപ്പൊ നിങ്ങളെ കൂടെ നിൽക്കാനും വിചാരിച്ചത്. തടിയോട് തീരെ വയ്യ. നിങ്ങൾ ലൈവ് വെച്ചില്ലേ, തീരെ വയ്യ എനിക്ക്. ഇന്നലൊക്കെ ഇവിടെ ജനങ്ങൾ നിറഞ്ഞിട്ട് നല്ല കിതപ്പാണ്. അതുകൊണ്ട് നിങ്ങളെ കൂടെ വരികയാണ്, നേരെ വരികയാണ്. ഇൻഷാ അല്ലാഹ് ഒരാഴ്ച ഇപ്പൊ നിങ്ങളിപ്പോ നിൽക്കണം എന്നാണ് ആഗ്രഹം. പിന്നെ എങ്ങനെയാണ് മൂഡ് എന്ന് പറയാൻ പറ്റും. ചിലപ്പോൾ എന്ത് ചെയ്യാം, അവിടെ വന്ന് നിങ്ങൾക്ക് വേണ്ടി ദ്വാരുന്ന് നിങ്ങളെ കൂടെ ഉംറ ചെയ്തിട്ടില്ലെങ്കിലും ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് വേണ്ടി ദ്വാരക്ക് നിങ്ങളെ കൂടെ ഞാൻ ഉണ്ടാകും. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് അവിടുന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. ഇൻഷാ അല്ലാഹ് ഒരു വിഷമങ്ങളൊക്കെ ഉണ്ടാകും. നിങ്ങൾ നമ്മളോട് കൂടെ സഹകരിക്കണം. നിങ്ങൾ നമ്മളെ കൂടെ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോ നിങ്ങൾ കേൾക്കണോ, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടുന്ന് പോയപ്പോഴേ സുബ്ഹാനല്ലാഹ് ഒരു പെണ്ണിനെ അവിടുന്ന് പിരാന്തളകി. നിങ്ങൾ അറിഞ്ഞോ? റബ്ബേ, ഞങ്ങളൊക്കെ പിരാന്തളകി എന്ന് പറഞ്ഞിട്ടുള്ള റൂമിൽ നിന്ന് ഇറങ്ങി ഓടി തുണിയും കുപ്പായൊക്കെ വെച്ച് അങ്ങനെ പോലീസിനെ വിളിച്ചു. ഞങ്ങള് പോലീസ് വന്നു. പോലീസ് മരിച്ച് പെണ്ണ് തല്ലി, പ്രശ്നമായി. അങ്ങനെ കുറെ ആൾക്കാർ ഞങ്ങളോട് തങ്ങളെ ഏതൊരു ആസ്പത്രി കൊണ്ട് അഡ്മിറ്റ് ആക്കി നിങ്ങൾ തൈക്കോളി എന്ന് പറഞ്ഞു. നമുക്കത് പറ്റൂല, നമ്മളെ പെങ്ങന്മാരല്ലേ അല്ലേ. അപ്പൊ അങ്ങനെ ഒരുപാട് വിഷമം ഉണ്ടായിട്ട് എന്നാലും ഞങ്ങൾക്ക് സങ്കടം വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ഉസ്താദ് പറഞ്ഞതുപോലെ ഞാൻ ഇല്ലെങ്കിലും ഞാൻ വേഗം വന്നാൽ ഉസ്താദ് പറഞ്ഞതുപോലെ ഉസ്താദന്മാർ 2 ബസ് ഉണ്ടാവും. ഉസ്താദന്മാർ പറഞ്ഞതുപോലെ എന്ത് ചെയ്യുക, അതനുസരിച്ച് ഉംറ ചെയ്യാം. അള്ളാഹു ബർക്കത്ത് നൽകട്ടെ, സന്തോഷം അള്ളാഹു നൽകട്ടെ. അള്ളാഹു നമ്മളെ യാത്ര അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. എല്ലാ വിഷമങ്ങളും അള്ളാഹു മാറ്റി തരട്ടെ. ഇതപ്പോ ഒരു 10 നിങ്ങൾ തീർക്കണം അവിടെ പോയി കഴിഞ്ഞാൽ. മനസ്സിലായില്ലേ? 10 ഉംറ ചെയ്യണം. സാധാരണക്ക് കേട്ടോളൂ നിങ്ങൾ, എനിക്ക് വയ്യ ഒന്നും പറയരുത്. നിങ്ങൾ ദയവ് ചെയ്ത് വെള്ളം കുടിക്കരുത് അവിടെ പോയി കഴിഞ്ഞാൽ. നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. നിങ്ങളിപ്പോ നല്ല ചൂടാത്തരെ, നല്ല ചൂടാണ്, ഹൈ പവർ ചൂടാ. പുറത്തേക്ക് ഇറങ്ങി അങ്ങനെ വയർത്തിങ്ങനെ ഒലിക്കും. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, 7 തവണ നമ്മൾ തവാഫ് ചെയ്യും, നമ്മൾ സായി ചെയ്യും, നമ്മൾ വയർക്കും. നമ്മൾ ആ സമയത്ത് നമ്മൾ സംസമല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കുടിച്ച തൊണ്ടവേദന എന്ത് ചെയ്യും, തൊണ്ടവേദന വരും, പെട്ടെന്ന് പനിക്കും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഓടിപ്പോയിട്ട് മറ്റുള്ള ആൾക്കാർ വെള്ളം കുടിക്കണമല്ലോ നിങ്ങൾ കുടിച്ചാൽ നിൽക്കരുത്. 2 ദിവസം കൊണ്ട് എന്ത് ചെയ്യും, തൊണ്ടവേദന അനുഭവം ഉള്ളവർ പറയാണ് അല്ലേ. ഇതൊക്കെ തൊണ്ടവേദന വേഗം വരും, പിന്നെ പനി വരും. അപ്പൊ നമുക്ക് 10 ഉംറ ചെയ്യാൻ പറ്റൂല. അപ്പൊ എന്ത് ചെയ്യാ, പ്ലാസ്റ്റിക് ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം അല്ലെ, ചുടുവെള്ളം. ഉസ്താദ് ഇവിടെ പോയോ, ചുടുവെള്ളം എന്ത് ചെയ്യാ കുടിക്കുക. സംസം വെള്ളം റൂമിൽ, അവിടെ സംസം വെള്ളം കിട്ടും, അതൊരു കുപ്പിയിലാക്കി റൂമിൽ കൊണ്ടുപോയിട്ട് റൂമിൽ നിന്ന് കുടിക്കുക. തൊണ്ടവേദന വേഗം വരും, ഒരൊറ്റ വട്ടം കുടിച്ചാൽ മതി. അപ്പൊ അത് ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല 3 സ്വലാത്തുൽ ഫാത്തിഹ ചെറിയൊരു ദുആ ദ്വാരക്ക് നമുക്ക് യാത്ര തിരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല യാത്ര അല്ലാഹു സഫലമാക്കട്ടെ.